നമസ്കാരം. ഈ വാഴ 2 സിനിമയ്ക്കകത്ത് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. അതിൽ നമ്മൾ കണ്ട ആൾക്കാരൊക്കെ അറിയാം. ഏറ്റവും അവസാനമായിട്ട് പറയുമ്പം 2 സഹോദരങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട ഇടയിൽ അവരയച്ച മെസ്സേജുകൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നൊരു സീനുണ്ട്. കാരണം ആദ്യം വായിക്കുമ്പം സഹോദരന് ദേഷ്യം തോന്നുമെങ്കിലും പിന്നീട് സിറ്റുവേഷൻ പറഞ്ഞിട്ട് അതേ മെസ്സേജ് രണ്ടാമത് വായിക്കുമ്പം ആ മെസ്സേജ് അയച്ച വ്യക്തി എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്നൊരു സീനുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ആ സീൻ. ഇത് നമ്മുടെ ലൈഫിൽ സ്ഥിരം സംഭവിക്കുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ പല കാര്യങ്ങളും കാണുന്നത് നമ്മൾ ആ വ്യക്തിയോടുള്ള ആറ്റിറ്റ്യൂഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളിപ്പോൾ ഒരു വ്യക്തി എടാ ഇങ്ങോട്ട് വാടാ എന്ന് പറയുമ്പോൾ നമ്മളത് ഒരു മെസ്സേജോ എന്തെങ്കിലും ആണെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിയും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളെപ്പോഴും അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ എടാ ഇങ്ങോട്ട് വാടാന്ന് പറയുന്നത് സ്നേഹത്തോടെ വിളിച്ചാൽ നമുക്ക് തോന്നും. നമ്മൾ തമ്മിലുള്ള എന്തെങ്കിലും ബഹളമുള്ള വ്യക്തിയാണെങ്കിൽ അങ്ങനെ ആ മെസ്സേജ് ചിലപ്പോൾ ദേഷ്യത്തിലാണെന്ന് ചിന്തിച്ചെന്ന് കരുതും. ഞാൻ പറഞ്ഞേ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പല കാര്യങ്ങളും ഉണ്ടാകുന്നത് നമ്മളും അവരും തമ്മിലുള്ള ഒരു ബന്ധം അതിന് മുമ്പ് എന്തായിരുന്നു ബന്ധം എന്നുള്ളത് അടിസ്ഥാനത്തിലായിരിക്കില്ല. ഈവൻ ആ ഒരു വ്യക്തി നമുക്ക് നന്മയാണ് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്കത് ദേഷ്യമായിട്ട് തോന്നും. കാരണം നമുക്ക് അവരെ ഇഷ്ടമല്ല, ബേസിക്കലി നമുക്ക് അവരെ ഇഷ്ടമല്ല. അപ്പോൾ അവർ ചെയ്യുന്ന എന്തും നമുക്കത് പ്രശ്നമായിട്ടേ വരത്തുള്ളൂ. അവരിനി എത്ര നന്മ ചെയ്തെന്ന് പറഞ്ഞാലും ഓക്കെ, ചില ആൾക്കാരുണ്ട് പണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരിക്കാം, അവർക്കൊരു മാനസാന്തരം ഉണ്ടായിട്ട് അവരുടെ ജീവിതത്തിൽ ഇത് മാറ്റം വരുത്തി നമ്മൾ ചിലപ്പോൾ നല്ലതായിട്ട് സ്നേഹത്തോടെ ആയിരിക്കും പെരുമാറുന്നത്. പക്ഷേ അങ്ങനെ പെരുമാറിയാൽ പോലും നമ്മൾക്ക് അത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ സാധിക്കണമെന്നില്ല. കാരണം നമുക്ക് അവരൊരു ദേഷ്യമാണ്, പണ്ട് തൊട്ടേ നമുക്ക് അവർ ദേഷ്യമാണ്, അവർ ചെയ്ത നല്ല കാര്യമാണ് നമ്മൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് വഴക്കേ വരത്തുള്ളൂ. ഞാൻ പറഞ്ഞേ മനുഷ്യനോടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റിയാൽ തന്നെ പല പ്രശ്നങ്ങൾക്കും വലിയൊരു എന്താ പറയുക ഒരു ഫുൾ സ്റ്റോപ്പായിട്ട് മാറാൻ സാധിക്കും.